എത്ര ദിവസം നീ ഇങ്ങനെ ഫുഡ് കൊണ്ടുവരും? നീ ഇപ്പം അതിനെപ്പറ്റിയൊന്നും പറയടാവണ്ട. നിനക്കിപ്പോൾ PSCയുടെ ഹോൾ ടിക്കറ്റ് വന്നല്ലേ? നീ നന്നായിട്ടിരുന്ന് പഠിക്ക്, ബാക്കിയൊന്നും നീ ചിന്തിക്കണ്ട. എന്നാലും നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ ഈ പാർട്ട് ടൈം ജോലി നോക്കി മടുത്തു. ഒരു 10 ദിവസത്തിനുള്ളെങ്കിൽ ഒരു ജോലി ശരിയാവും. ഈ പഠിത്തവും ജോലിയൊക്കെ ഒന്നിച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ വേറെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ല നിന്നോട് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. അപ്പം നീ എനിക്ക് ഈ പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്നത് നിർത്തിക്കോ. എനിക്ക് വേറൊരു പണി ശരിയായിട്ടുണ്ട്. എന്ത് പണി? അതൊക്കെ ഞാൻ പറയാം. ഇപ്പം നീ ചെല്ല്. ഞാനിത് കഴിച്ചിട്ട് പഠിക്കാതിരിക്കട്ടെ. എങ്കിൽ ശരി. ഫുഡാണ് അമ്മേ. മോൻ കഴിക്കുന്നോ? വേണ്ട, അമ്മ കഴിച്ചോ. അല്ലെങ്കിലും അമ്മ ഇവിടുത്തെ ഫുഡൊന്നും കഴിക്കണില്ലല്ലോ. അമ്മ എത്ര ദിവസം ഇങ്ങനെ വീട്ടിലെ ഫുഡ് കഴിക്കാതിരിക്കും? അമ്മ നാളെ മുതൽ ഇവിടുന്ന് ഫുഡ് കഴിക്കും. വഴക്കൊക്കെ തീർന്നോ? നിങ്ങൾ എന്തിനാ വന്നേ? അമ്മയോട് താങ്ക്സ് പറയാനാ. ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ട്രിപ്പിന് വന്നില്ലേ? താങ്ക്സ് അമ്മ. അമ്മയ്ക്കല്ലേ പ്രശ്നം, അത് കാരണം നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ അമ്മ ശ്രദ്ധിച്ചോളാം. പിന്നെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുമ്പോ മക്കൾക്ക് വലിയ സന്തോഷമല്ലേ. ഒന്ന് പോമ്മ. വിഷമിക്കണ്ട അമ്മ, അവൻ സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ. ഒറ്റയ്ക്ക് വീട്ടിലെ പണിയെല്ലാം ഞാൻ തന്നെ എടുക്കണം അമ്മ. നിന്റെ വിഷമം മാറിയില്ലേ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവനെ നോക്കുന്നതായിരുന്നല്ലോ പരാതി. നീ എല്ലാം തനിയെ ചെയ്താൽ മതി. ഇത് ഇത്രയും വലിയ കട്ടിപ്പണിയാണെന്ന് ഞാൻ അറിഞ്ഞോ? വേണേൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഏട്ടത്തി നോക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്താ അവനി? അമ്മ നാളെ മുതൽ എനിക്കും കുക്ക് ചെയ്യണം. അതിനെന്താ, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ പാചകം ചെയ്യാലോ. ഇവിടെയല്ല, പുറത്ത് വർക്ക് ഏരിയയിൽ. അതിനവിടെ ഗ്യാസും സ്റ്റൗവൊന്നും ഇല്ലല്ലോ. അത് സാരമില്ല, ഞാൻ അവിടുന്ന് ചെയ്തോളാം. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഞാൻ പറഞ്ഞാലും എന്തായാലും കേൾക്കാൻ പോണില്ലല്ലോ. പഠിത്തമൊക്കെ എവിടെ വരെ ഏട്ടത്തി? നീ ഇത് സ്നേഹം കൊണ്ട് ചോദിച്ചല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കേട്ടോ, അടുത്ത ആഴ്ച ടെസ്റ്റ് ഉണ്ട്. സന്തോഷമായില്ലേ? ബെസ്റ്റ് വിഷസ് ഏട്ടത്തി. ഓ, എന്നെ എന്തിനാ നോക്കുന്നേ? ഞാൻ ബെസ്റ്റ് വിഷസ് അല്ലേ പറഞ്ഞത്? നശിച്ചു പോകുന്നുള്ള ഉദ്ദേശത്തിലല്ലേ നീ ആ ബെസ്റ്റ് വിഷസ് പറഞ്ഞത്? അല്ലമ്മ. ശരി, മിണ്ടാതിരുന്ന് പണിയെടുക്ക്. എന്റെ സമാധാനം തെറ്റിക്ക വക്കീലെ. ഇപ്പൊ അവൾക്ക് അടുത്ത PSC എക്സാമിനുള്ള ഹോൾ ടിക്കറ്റ് വന്നിരിക്കുക. അതിന് തനിക്കെന്താടോ? അവള് പോയി പരീക്ഷ എഴുതട്ടെ. ജോലി കിട്ടുമ്പോ ടെൻഷൻ അടിച്ചാ പോരെ? വക്കീലെ, അവള് പരീക്ഷ എഴുതി ഉറപ്പായിട്ടും ജോലി കിട്ടും, അതിനൊരു സംശയം വേണ്ട. അപ്പൊ താനെന്താ ഈ പറഞ്ഞു വരുന്നത്? അവള് പരീക്ഷക്ക് പോകരുത്. എന്തേലും വഴി ഒപ്പിക്കാം. ഞാനേ കോടതി പോകാൻ ഇറങ്ങിയതാ. തന്നെ ഞാൻ വൈകിട്ട് വിളിക്കാം. ഈ പരീക്ഷ അവൾ എഴുതില്ല. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ